ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് ആട്ടോ നമ്മൾ എടുക്കുന്നത്. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് വെയിലറിയ ഒരു 4 മണി നേരത്തൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗ് കേട്ടോ. അപ്പോൾ കുട്ടികൾ കളിക്കാൻ ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, ചുറ്റും കാണാനൊക്കെ നല്ല രസമാണ്. മരങ്ങളും തെങ്ങും, കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം മുകളിലൊക്കെ പോയി നമ്മൾ തുണിയൊക്കെ കഴുകിയിടുന്ന മുകളിലാണ്. അപ്പോൾ അതൊക്കെ എടുക്കാൻ പോകുന്ന ടൈമിൽ കുട്ടികൾ നമ്മുടെ കൂടെ വരും കേട്ടോ. അപ്പോൾ എടുത്തൊരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് ഈവനിങ് നമ്മൾ ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി നമുക്ക് കാണാം കേട്ടോ. മിക്കവാറും സൺഡേസിലാണ് നമ്മളിങ്ങനെ പുറത്ത് പോവുക കേട്ടോ. സൺഡേ അല്ല, നമ്മൾ ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ രാവിലെ വീട്ടിലെ ചെറിയ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച തിരിഞ്ഞ് നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകും കേട്ടോ. എല്ലാ ആഴ്ചയൊന്നുമല്ല, നമുക്ക് ടൈം കിട്ടുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് എറണാകുളത്തോട്ട് പോവാണ്. അപ്പോൾ പോണ വഴിയിലെ കാഴ്ചയാണ് കേട്ടത്. ഈ ഒരു സ്ഥലം എത്തുമ്പോൾ തന്നെ ഞാനിങ്ങനെ ക്യാമറയൊക്കെ ഓണാക്കി വയ്ക്കും. നല്ല ഭംഗിയാട്ടോ ആ ഏരിയയൊക്കെ കാണാനായിട്ട്. നിങ്ങൾ ഈ വഴിയൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിലെത്തിയിട്ടോ. അപ്പോൾ അവിടെ ഉള്ള ഈവനിങ് കാഴ്ചയാണിത്. നല്ല രസമാട്ടോ ഈ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ. നല്ല കാറ്റും, പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് പോയത് പാർക്കിലോട്ടാട്ടോ. കുട്ടികൾക്ക് അവിടെ പോയാൽ മതി, പെട്ടെന്ന് തന്നെ പാർക്കിലെത്തിയാൽ മതി എന്നായിരുന്നു. പിന്നെ ഇങ്ങനെ കറങ്ങി നടക്കാട്ടോ, ഏത് റൈഡിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വലിയ റൈഡുകളൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അവർക്ക് പറ്റിയ കുറച്ച് ഊഞ്ഞാലും ഇങ്ങനെയുള്ള റൈഡുകളിലൊക്കെ അവർ തേടി പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു റൈഡിലാട്ടോ ഇപ്പോൾ കയറുന്നത്. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ കഴിയാനായിട്ട് കാത്തു നിൽക്കാട്ടോ. അപ്പോൾ ഇത് വലിയ റിസ്ക് ഒന്നും തോന്നിയില്ല, പിടിച്ച് കയറാനായിട്ടുള്ള സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ കുറച്ച് നേരം കളിച്ചു കേട്ടോ. റൈഡുകളൊക്കെ കുറവായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് നേരം കളിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേറൊരു നല്ലൊരു റൈഡും തിരക്കൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്, അവിടേക്കാണ് പിന്നെ ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ ഇതൊരു ജിറാഫിൻ്റെ റൈഡാട്ടോ. ജിറാഫാണത്. അധികം മുകളിലോട്ടൊന്നും കയറാൻ സമ്മതിച്ചില്ല, താഴെ തന്നെയാണ് അവർ കളിച്ചത് കേട്ടോ. അപ്പോൾ ഈവനിങ്ങിലൊക്കെ ഇങ്ങനെ പാർക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു വൈബായിരിക്കും അല്ലേ. നമ്മൾ മൈൻഡൊക്കെ കുറച്ച് ഫ്രീ ആവാനും, പിന്നെന്താ ജോലി തിരക്കിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് പോകുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രീ ആവും, ഹാപ്പി ആവും, കുട്ടികൾ ഹാപ്പി ആവും. പിന്നെ ഈ ഒരു റൈഡിലാട്ടോ നല്ല തിരക്കുണ്ടായത്. ഇവിടെ തന്നെ 2-3 റൈഡുകൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും ഇതിൽ നമുക്ക് സുഖമായിട്ട് കളിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിലൊത്തിരി നേരം അവർ കളിച്ചു. പിന്നെ ആരാ എന്താണെന്നൊന്നും അറിയില്ല. അവിടെ എത്തിക്കഴിയുമ്പോൾ എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോൾ മാക്സിമം ആ ഒരു ടൈം എൻജോയ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ മോനിങ്ങനെ ഓടിച്ചാടി നടന്ന് ഓരോ റൈഡുകളൊക്കെ കയറുന്നുണ്ട്. മോളിൻ്റെ നോട്ടം അതില്ല കേട്ടൊന്നല്ല, മോക്ക് ഊഞ്ഞാലൊക്കെയാണ് ഇഷ്ടം. അവനവിടെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികളായാലും അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടാക്കുന്നില്ല. എല്ലാവരും സാവധാനം
ഒരുമിച്ച് കളിച്ച് രസിച്ച് അങ്ങനെ ടൈം അപ്പോൾ അങ്ങനെ കളിക്കുന്ന ഒരു രംഗമായിട്ട് കാണുന്നേ. അപ്പോൾ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചത് ഒറ്റ കുട്ടി പോലും കരയുന്നില്ല കേട്ടോ. അങ്ങനെ കരച്ചിലോ ബഹളോ വാശിയൊന്നും ഇല്ല ആർക്കും. എല്ലാവരും നല്ല രസിച്ച് ആഹ്ലാദിച്ച് കളിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നോക്കി വെക്കുകയാണ് ഇവർ ഏതൊക്കെ റൈഡിലാണ് കയറുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ വെയിലൊക്കെ ആറിയ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ കൂടുതൽ സമയം നമ്മളിങ്ങനെ പുറത്തൊക്കെ പോവുകയാണെങ്കിലും ഏറ്റവും അവസാനം എത്തുന്നത് ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ. ഈ റൈഡിലൊക്കെ കയറാനായിരിക്കും. അപ്പോൾ എറണാകുളത്തുള്ള പാർക്കാണിത്. അവിടെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ പാർക്കിലൊക്കെ കൊണ്ടുവന്ന് കുട്ടികളൊക്കെ കളിപ്പിക്കുക കേട്ടോ. അവർക്കൊരു എൻജോയ്മെൻ്റ് അല്ലേ ഈ ഒരു ടൈം. അപ്പോൾ നിറയെ കുട്ടികളുണ്ട് കേട്ടോ. എല്ലാവരും കണ്ടില്ലേ, ഓടി ഓടി നടക്കുവാണ്. ഏത് റൈഡിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓട്ടമാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മോനൊന്നും കാണുന്നില്ല കേട്ടോ. അവനൊക്കെ ഓരോ റൈഡിലൊക്കെ ഓടിച്ചാടി നടക്കണം. ആദ്യം വരുന്നുണ്ട് ആള്. അങ്ങനെ അപ്പം മോന് വിളിക്കുവാണ്, ചേച്ചി വേറെ റൈഡിൽ പോവാന്ന് പറഞ്ഞിട്ട്. അവൻ സമ്മതിക്കുന്നില്ല. അവൻ ഈ റൈഡിൽ തന്നെ നിൽക്കുള്ളൂ എന്നുള്ള വാശിയിലാട്ടോ. അപ്പം എല്ലാ റൈഡിലും നമുക്ക് കയറ്റണുണ്ട്, ഒരു കുഴപ്പമില്ല. അങ്ങനെ അപകടങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നിന്നാൽ മാത്രം മതി അവരുടെ അടുത്ത്. അപ്പോൾ അങ്ങനെ റൈഡിലെ കളികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഹാപ്പിയായി രണ്ടാളും. പിന്നെ കുറച്ച് നേരം നമ്മൾ സൺസെറ്റൊക്കെ കണ്ടിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. ഒത്തിരി നേരം നമ്മൾ ആ കാഴ്ചയൊക്കെ കണ്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും കണ്ണിന് കുളിർമയും കാഴ്ചയും ഇഷ്ടമൊക്കെ തോന്നിയത് ഈ ഒരു സമയത്താട്ടോ. ഈ ഒരു കാഴ്ച എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയിൽ പകർത്തുകയും ചെയ്തു. അത് ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസവും ഫീലിങ്ങും ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഈ ഒരു വ്യൂ അല്ലേ. അപ്പോൾ നിങ്ങൾക്കും ടൈമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഇറങ്ങാം കേട്ടോ. എപ്പോഴും നമുക്ക് പറ്റിയെന്ന് വരില്ല, എന്നാലും ജോലി തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ ഉള്ള ടൈം മാറ്റിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഫാമിലിയായിട്ട് പുറത്തൊക്കെ പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ ഈവനിങ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചെറിയൊരു ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയും അങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം നമുക്ക്. അപ്പോൾ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.